ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. MRZ ഗ്യാങ് അങ്ങനെ അടിച്ചു വിരിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇവർക്കിടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള കുറച്ച് പുകച്ചിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ആ ഒരു വീട്ടിനകത്ത് തൊപ്പി എങ്ങനെയാണ് ഇവരെ കണ്ടിരുന്നത്, ലൈവിന് പിന്നാമ്പുറത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ള സത്യാവസ്ഥകൾ മൊത്തം തുറന്നു പറഞ്ഞുകൊണ്ട് ഷമീർ, മമ്മു, ജാസി ഇവർ മൂന്നുപേരും കൂടെ കഴിഞ്ഞ ദിവസം ലൈവ് ഒക്കെ ഇട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നിലവിൽ തൊപ്പിയും റാംബോയും ഇവരൊക്കെ ഒരു ടീം, ഇവര് ബാക്കിയുള്ള ഒരു മറ്റൊരു ടീം എന്നുള്ള നിലയിലാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, ഇവർക്ക് ഇത്രയും നാളായിട്ട് ഇവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഈ ലൈവിനകത്ത് ഈ എന്റർടൈൻമെന്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ കാണിച്ചിരിക്കുന്ന കോമാളിത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഇവരെ തൊപ്പിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലൈവ് ഓഫ് ആവുന്ന സമയത്തേക്ക് നല്ല രീതിയിൽ ഇവരെ അടിക്കുകയും പിടിക്കുകയും കുറെ മാനസികമായിട്ട് തളർത്തുകയും വാഗൊണ്ട് കുറെ വേണ്ടാത്ത വർത്താനങ്ങൾ പറയുകയും അങ്ങനെ വലിയ രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും, അതേപോലെ തൊപ്പിയുടെയും റാംബോയുടെ ഒക്കെ അണ്ടർവെയർ ഇവന്മാരെ കൊണ്ട് കഴിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് തൊപ്പിയുടെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ആ ഗേൾ ഫ്രണ്ട് പോലും ഇവന്മാരുടെ അടുത്ത് ഇത് വന്നിട്ട് അണ്ടർവെയർ ഒക്കെ കഴുകാനെ കൊണ്ട് പറയുകയും അങ്ങനെ പട്ടി വില പോലും ഇവന്മാർക്ക് കൊടുത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും അവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് ഇതിനകത്ത് നോക്കാം. ആദ്യം തന്നെ ഷമീർ തൻ്റെ ഇത്രയും നാളും സാലറി കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഷമീറിന്റെ പെങ്ങടെ കല്യാണം വന്ന സമയത്തേക്ക് തൊപ്പിയുടെ അടുത്ത് ക്യാഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും സാലറി ഒന്നും കൊടുക്കത്തില്ല, അതിനെങ്കിലും കൊടുക്കുക എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഷമീറൊക്കെ ഒന്ന് പറയുന്ന കാര്യം നമുക്ക് കേൾക്കാം, എന്താണ് തൊപ്പിയുടെ റെസ്പോണ്ട് എന്നുള്ളത്. തരുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. അവൻ്റെ റൂമിലേക്ക് കയറുന്നവരുള്ള എൻ്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ കയറി, ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു റവന്യൂ തരാൻ പറ്റില്ല, റവന്യൂ എനിക്ക് തരാൻ പറ്റില്ല, കാരണം അവനിതൊരു ബിസിനസ് ആയിട്ടാണ് നടത്തുന്നത്, അവനിതൊരു ബിസിനസ്സാണ്. അപ്പം അങ്ങനെ നമുക്ക് റവന്യൂ ഓൻ തരൂല, ഓന് റവന്യൂ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റവന്യൂ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ റേസായി എന്നല്ല, ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇതാക്കിയതിൻ്റെ ഒരു ഇതിൽ നിന്നൊരു പൈസ എല്ലാം ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നീ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് റൂള്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് വേറെ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ, ഇവിടെ ഇതൊക്കെയാണ് റൂള് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ അതിന് മുമ്പേ നമ്മൾ തമ്മിൽ സംസാരം ഉണ്ടായിരുന്നു. അതായത് ലൈക്ക് ഞാൻ മമ്മു ജാസിയിൽ നമ്മളെ പേഴ്സണൽ പ്രോബ്ലംസ് ഇങ്ങനെ പറയും, അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ്. നിങ്ങൾ പുറമേ കാണുമ്പോൾ അവൻ ലൈവിൽ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഇവർക്കൊക്കെ സാലറി ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്കൊക്കെ സ്വന്തമായിട്ട് റവന്യൂ ഉണ്ട് എന്നാണ് അവൻ എല്ലാ ലൈവിലും പറയാറ്. പക്ഷേ നമുക്ക് ഇന്നേ വരെ ഒരു രൂപ കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഗൂഗിൾ പേയോ എന്താണെന്ന് തെളിവെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ട്, പ്രൂഫുണ്ട്. എൻ്റെ ഫോണിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ യൂട്യൂബിൻ്റെ ഇൻകം ഏത് അക്കൗണ്ടിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്, മനസ്സിലായി. അപ്പോൾ അത് ഞാൻ കാണിക്കാം, അത് ഞാൻ രാത്രി കാണിക്കാം. അതായത് ഷമീറിന്റെ അക്കൗണ്ടിൽ നിന്ന്, അതായത് യൂട്യൂബിൽ നിന്ന് ഷമീർ ഏൺ ചെയ്യുന്ന റവന്യൂ പോലും പൊക്കോണ്ടിരുന്നത് തൊപ്പിയുടെ അക്കൗണ്ടിലോട്ടായിരുന്നു. അതായത് തൊപ്പി ഇപ്പം ഓൾറെഡി ഇവർക്ക് സാലറി കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, പിന്നെ ഇവരെയൊക്കെ ഈ പറയുന്ന ആൾക്കാർക്കിടയിലോട്ട് കൊണ്ട് എത്തിച്ചേക്കുന്ന തൊപ്പി ത്രൂ തന്നെയാണ് ഇവരെയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതും. അപ്പം അങ്ങനെയുള്ളപ്പോഴത്തേക്കിന് അങ്ങനെ ഇവർക്കൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ഓക്കെ, ഇവർക്കൊക്കെ തൊപ്പി കൂടെ നിന്ന ആൾക്കാരെയും കൂടെ വളർത്തി അവർക്കൂടെ വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതിനകത്ത് അവർ ചെയ്യുന്ന കാര്യത്തിന്റെ റവന്യൂ പോലും പോകുന്നത് തൊപ്പിയുടെ അടുത്തോട്ടാണ്. എന്നിട്ട് സാലറി പോട്ടെ, അതിനപ്പുറത്തോട്ട് ഇവർക്കൊരു വീട്ടിലോട്ടൊരു ആവശ്യം വരുമ്പോൾ പോലും അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇത് പറയുമ്പോൾ മുമ്പ് മറ്റേ ഷാജഹാൻ ഷാ ഒക്കെ ഉണ്ടായിരിക്കുന്ന ആ ഒരു വിഷയത്തിന്റെ സമയത്തേക്ക് നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്, ഇത് ഷാജഹാൻ ഷാ ഇവരൊക്കെ തൊപ്പിയുടെ കൂട്ട് MRZ ഗ്യാങ്ങിനെ പോലെ ആവാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആ സമയത്തേക്ക് ഈ ഷാജഹാൻ ഷായുടെ ഒക്കെ സംഭവം തുടക്കത്തിലെ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. കാരണം അമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഒരു പോലും കൊടുക്കാതെ അങ്ങനെ പട്ടിപ്പണിയൊക്കെ എടുപ്പിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ നിൽക്കുക എന്നുള്ളത് തുടക്കത്തിലെ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നത്. കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എനിക്ക് ഈഗോ അല്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നെ പേഴ്സണലായിട്ട് നമുക്ക് അവിടെ ഉണ്ടായ നിങ്ങൾ ക്യാമറയിൽ കാണാത്ത ഒരു രൂപവും ഒരു സ്വഭാവവും അവനുണ്ട്. അത് നമ്മളവിടെ വീട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. അതായത് അവിടെ രണ്ട് മെസ്സാണ് അവിടെ ഉണ്ടാവാറ്. അതായത് നമുക്ക് സാമ്പാറും അല്ലെങ്കിൽ രസവും ചോറും എന്തെങ്കിലും വറവോ അങ്ങനെ മുട്ട പൊരിച്ച അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചിക്കൻ ഫ്രൈ, പിന്നെ അവൻ്റേതായ ഒരു ഫുഡുകളുണ്ട്, ചിക്കൻ ഫ്രൈ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവന് വേറെ തന്നെ ഒരു ഫുഡ്. അങ്ങനെ രണ്ട് മെസ്സാണ് അവിടെ നടക്കുന്നത്. ബാക്കി എന്ത് കാര്യത്തിലും ഓക്കെ, പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ആ ഒരു വേർതിരിവ് കാണിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇവരെ ഏത് രീതിയിലാണ് കണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കും ഫുഡ്. ഇവരെല്ലാവരും എന്തടയോ മറ്റേ ലൈവിനകത്തൊക്കെ ഞങ്ങൾ ഒന്നാണ് ഒറ്റക്കെട്ട് വൈബ് മറ്റേത് മറിച്ച് എന്നുള്ള രീതിയിലൊക്കെ നിന്നിട്ട് രണ്ട് കൂട്ടരൊക്കെ രണ്ട് രീതിയിലുള്ള ഫുഡാണ്. മമ്മു എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ വീട് ചോർന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-2.5 വർഷമായിട്ട്. കഴിഞ്ഞ 2 മാസം മുമ്പ് പഞ്ചായത്താണ് ഇടപെട്ടിട്ട് നിസ്സാര പൈസയാണ് പഞ്ചായത്താണ് അത് മാറ്റി കൊടുത്തത്. അതുപോലും അവൻ ചെയ്തിട്ടില്ലായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, 2.5 വർഷമായിട്ട് കൂടെ നിൽക്കുന്നത്. മമ്മൂനി ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം പിടികിട്ടും, മനസ്സിലാവും. പിന്നെ ജാസി എന്ന് പറഞ്ഞാൽ ആൾക്ക് അവിടെ ഉണ്ടായ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ മമ്മൂനാണെങ്കിലും ഉണ്ട്. മമ്മൂനെ ഒരു ദിവസം മലപ്പുറത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഒരു പരിപാടിക്ക് പോയ സമയത്ത് എന്തോ ഒരു പ്രൊമോഷൻ പരിപാടിക്ക് ഇതിനോട് ഇതാക്കാൻ പറഞ്ഞു. അപ്പോൾ മമ്മു എന്തോ മൂടില്ലാന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. കാരണം സ്വാഭാവികമായിട്ട് അവൻ 2-2.5 വർഷമായിട്ട് കൂടെ നിൽക്കുന്നതെന്ന് ഓൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ഓൻ പറയുന്ന എല്ലാ ഇതിനും തുള്ളുന്ന ഒരു വ്യക്തിയാണ്.
പക്ഷേ എന്നിട്ടും ഓന് എന്താ പറയുക ഒരു 2 രൂപ കൈ കിട്ടാത്തതുകൊണ്ടുള്ള ഇതുകൊണ്ടായിരിക്കാം മോട്ടിവേഷൻ. ആരും അങ്ങനെ എന്താ പറയുക 2-2.5 വർഷം ഒരിക്കലും ഒരു കമ്പനിയിൽ ഇപ്പോൾ ശമ്പളം കിട്ടാതെ ആരും പണിയെടുക്കില്ല. അതുപോലെ തന്നെ അപ്പോൾ ഒരു ഡിമോട്ടിവേഷൻ വരും. അപ്പോൾ അതിൻ്റെ ഇതിൽ അവൻ പറഞ്ഞു പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല അങ്ങനെ എന്തോ രീതിയിൽ അത് ഇങ്ങനെ തലയ്ക്ക് തുറന്നിട്ട് ഇങ്ങനെ താഴേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്. അവനോട് നേരെ നിന്ന് നമ്മളാരും സംസാരിക്കാൻ നമുക്ക് പറ്റാറില്ല, അതിനുള്ളൊരു ഇത് ഉണ്ടാവാറില്ല. എനിക്ക് പിന്നെ ഉണ്ടാവാറുണ്ട്, ബാക്കിയുള്ളവർക്ക് അത്രയും ഇത് ഉണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് അവൻ പറഞ്ഞപ്പോൾ ഇവനെന്ത് ചെയ്തു, നീ ഇരിക്കുമെന്ന് പറഞ്ഞു അവനെ കട്ടിലിരുത്തി. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ ഇവൻ്റെ കാലുകൊണ്ട് എന്ത് ചെയ്തു, അവൻ്റെ മുഖത്ത് ഇങ്ങനെ ചൂട്ടി ഒരു 5 മിനിറ്റോളം മുഖത്ത് ചൂട്ടി എന്താടാ എനിക്ക് പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് തെറിയൊക്കെ വിളിച്ചുകൊണ്ട് കാലിങ്ങനെ ചൂട്ടി. അത് കണ്ട് എനിക്ക് മൊത്തത്തിൽ ബാഡായി. പിന്നെ ഞങ്ങൾക്ക് ഓൻ്റെ അടുത്ത് പറയാനുള്ള ഇതില്ല, കാരണം ഭയങ്കര ഹൈപ്പർ ഇതായിട്ട് ദേഷ്യം പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്യം ചിലപ്പോൾ ചൂട്ടോ ഇല്ലെങ്കിൽ നമുക്ക് സ്വയം ഒരു പേടി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അവനെ കണ്ടതും ഈ പറഞ്ഞ പോലെ ഒരു ഇതായിട്ടാണ് നമ്മൾ കണ്ടത്. നമ്മൾ അവനൊരു താന്നൊരു ലെവലിലാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ശബ്ദത്തിൽ അവനോട് ചോദിക്കുക ഇതാക്കാനും ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര പിന്നീട് ഇത് നമ്മളെ ഇതാക്കും. അത് ലൈവിലും കുറേ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ഓൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ലൈവിന് ശേഷം നമുക്ക് കുറേ ഇത് കിട്ടും. നമ്മളെ മെൻ്റലി ആണെങ്കിലും അവൻ്റെ വായ കൊണ്ട് നമ്മളെ ഭയങ്കരമായിട്ട് തളർത്തും. പലതും പറഞ്ഞ് തെറിവിളിയിലൂടെയും ഇതുവല്ലായിട്ട് നമ്മളെ തളർത്തും. അപ്പം അതുകൊണ്ട് നമ്മൾ അവനോട് നമുക്കൊരു പേടി ഒരു ഇതുണ്ട്, ബഹുമാനമില്ല, നമുക്ക് പേടിയുണ്ട്. പേടി മാത്രമേ ഉള്ളൂ. എന്തോന്നടേ രാജഭരണമാ ഇങ്ങനെ പേടിച്ച് ഇത്രയും നാൾ ഇങ്ങനെ കുമ്പിട്ട് ഇത്രയും നാൾ എന്തിനാ നിങ്ങൾ നിന്നേന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇമാര് പറയണത് ഇതൊരു ഇപ്പം എന്താണെങ്കിലും ശമ്പളമോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നില്ല. എടാ നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ജോലിക്ക് പോവുകയാണെങ്കിൽ തന്നെ അവിടെ നമുക്ക് 1 മാസം സാലറി വൈകിയാൽ തന്നെ നമുക്ക് നമ്മുടെ പരിപാടികളൊന്നും നടക്കൂല അല്ലേ. അതിൻ്റെ പുറത്ത് 2 മാസം 3 മാസം 2 വർഷമൊക്കെ ആയിട്ടാണെങ്കിൽ സാലറി തരാതെ നിന്നിട്ട് വീട്ടിലൊരു കാര്യത്തിന് പോലും ഒന്നും തരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇത്രയും നാൾ ഇവന്മാർ പിന്നെ എന്തിനാണ് അവിടെ നിന്നെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഇത്രയും നാൾ ആ ഒരു ഫെയിമിൻ്റെ ഇതിൻ്റെ പുറത്തൊക്കെ ഇവന്മാർ ഇങ്ങനെ കൂടെ നിന്ന് അങ്ങനെ നിൽക്കേണ്ട ഒരു ആവശ്യകത എന്തായിരുന്നു. പിന്നെ തൊപ്പി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, ഇപ്പം മുഖത്തൊക്കെ ചവിട്ടി പിടിച്ച് ഈ രീതിയിലുള്ള പരിപാടികളൊക്കെ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കിന് എന്തിനാണ് പിന്നെ ഇത്രയും നാൾ ഇങ്ങനെ സഹിച്ചുകൊണ്ട് അവിടെ നിന്നേന്നുള്ളതാണ് ഞാൻ ആലോചിക്കണേ. അങ്ങനെ മമ്മൂനെ ഈ പറഞ്ഞ പോലെ ചവിട്ടി ഞാൻ അപ്പോൾ റാംബോ ആണ് ഇതിൻ്റെ ലൈക്ക് മൊത്തം വീട്ടിലെ കാര്യങ്ങളും ഇവൻ പറയുന്നത്. അതായത് ഇവൻ തൊപ്പി പറയുന്നത് ഇന്ന് ഇവർക്ക് ഫുഡ് കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇന്ന് ഇവർക്ക് ഇതില്ല, ഇന്ന് ഇവർ ഇത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാംബോ ആണ് നടപ്പിലാക്കുന്ന ആൾ. ഒരു നടപ്പിലാക്കുന്ന ശ്വാസം ഇടുന്ന ആൾ തൊപ്പിയും, അത് നടപ്പിലാക്കുന്ന ആൾ റാംബോ ആണ്. എന്തൊക്കെയാടാ നിങ്ങളുടെ ആ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത്? ഫുഡ് പോലും കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ നിൽക്കുമ്പോഴത്തേക്കിന് അപ്പം തന്നെ ഇട്ടേച്ച് പോകണ്ടായോ? അപ്പോഴും പിന്നെ കടിച്ചു തൂങ്ങി അവിടെ നിൽക്കുകയാണ്. ഇവിടെ സംഭവം ഈ പറയുന്ന തൊപ്പി ഒരു രാജാവിനെ പോലെ നിൽക്കുകയും ഈ റാംബോ ഒരു മന്ത്രിയെ പോലെ അല്ലെങ്കിൽ ഒരു സേനാപതിയെ പോലെ രാജാവ് കൽപ്പിക്കുന്ന രാജശാസനയ്ക്ക് അനുസരിച്ച് അതുപോലെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് റാംബോ അവിടെ നിൽക്കുന്നത്. എന്നിട്ടും അവിടെ സഹിച്ച് ക്ഷമിച്ചിട്ട് ഇമാര് നിന്ന് അത് ഒരു 10% മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കി ഒരു 90% ബാക്കിയുണ്ട്. മനസ്സിലാവും. ബാക്കി ഇതിലും ഡാർക്കറായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അതൊന്നും എനിക്കിപ്പം പറയാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം ഈ കാര്യങ്ങൾ നമുക്കൊന്ന് പറയണം തോന്നി. കാരണം നമുക്ക് എന്തുകൊണ്ട് ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അവനിപ്പോൾ സിനിമയായി, നിങ്ങൾക്കൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ നിങ്ങളിപ്പോൾ വന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ മുതൽ ഈ പറഞ്ഞ പോലെ ഓനെ വിളിക്കും, ഓനെ കോൺടാക്ട് ചെയ്യും, ഓൻ്റെ മാനേജറോട് കാര്യങ്ങൾ പറയും, സോർട്ട് ചെയ്യാൻ നോക്കിയാലും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓന് അതിനോടൊന്നും അടുക്കുന്നില്ല. മനസ്സിലാവും. ഓൻ അതിനോടൊന്നും അടുക്കുന്നില്ല. അപ്പോൾ നമ്മളെ ഇങ്ങോട്ട് ദ്രോഹിച്ച് നമ്മളോട് ഇങ്ങോട്ട് തെറ്റ് ചെയ്ത് നമ്മൾ എന്തോ തെറ്റ് ചെയ്ത പോലെയാണ് ഓൻ നമ്മളോട് പെരുമാറുന്നത്. അതിൻ്റെ ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. ലൈക്ക് ഞാനിപ്പോൾ കിക്കില സ്ട്രീം ചെയ്യുന്നത് അവിടെയാണെങ്കിലും എല്ലാ സ്ഥലത്തും എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവും ഇതും ഞാനെന്തോ തെറ്റ് ചെയ്തു, നമ്മളെന്തോ തെറ്റ് ചെയ്തു എന്നാണ് ആൾക്കാർ കണക്കാക്കുന്നത്. അത് ആൾക്കാരെ നമ്മൾ ഇത്രയും കണ്ട ആൾക്കാർ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. സ്വാഭാവികം. നമ്മൾ ചെയ്യാത്തൊരു കാര്യത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് നമ്മളെ ആൾക്കാർ കുറ്റപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ സത്യാവസ്ഥ പറയാനെ കൊണ്ട് ഇപ്പോൾ ആരാണെങ്കിലും ശ്രമിക്കുക. അത് തന്നെയാണ് ഇമാര് ഇവിടെ ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. എന്താണെങ്കിലും തൊപ്പിയുടെ സൈഡോ റാംബോയുടെ സൈഡോ എന്താണെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. അത് ഇമാര് തന്നെ പറയുന്നുണ്ട്. ഇനി അമ്മമാർക്കൂടെ എന്തെങ്കിലും പറയട്ടെ, ഞങ്ങൾ പറയുന്നത് മാത്രം കേട്ട് നിങ്ങൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇമാര് പറയുന്നുണ്ടായിരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് മമ്മു കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അതോടെ കേൾക്കാം. ഞാനിപ്പോൾ അവിടെ 2 വർഷത്തോളമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട് വെച്ചാൽ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇവർ ഭയങ്കര ഹാപ്പി, ഇവർ നല്ല വൈബും, ഇവർ ഗ്യാങ്ങിൽ എനിക്ക് എങ്ങനെയും കയറണം, ഇങ്ങനത്തെ കുറേ കമൻസും ഇങ്ങനത്തെ കുറേ റിക്വസ്റ്റുള്ള ചോദ്യങ്ങൾ എനിക്കും വരുത്തുന്നുണ്ട്, എല്ലാവർക്കും വരുത്തുന്ന ഒരു കാര്യമാണ്. ബ്രോ ഒന്ന് നിങ്ങളെ ഗ്യാങ്ങിൽ കയറ്റും, നിങ്ങളുടെ ഗ്യാങ് നല്ല വൈബാണ്, അടിപൊളിയാണ്, എനിക്കും കൂടി കയറിയിട്ട് അവിടെ സന്തോഷിക്കണം. ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അന്നെ വെച്ചോക്കാൻ എനിക്ക് ഭയങ്കര സങ്കടം. കാരണം 2.5 വർഷത്തോളമായിട്ട് അവിടെ എനിക്ക് ഒരു ഹാപ്പി നമുക്ക് ഉണ്ടായിട്ടില്ല. അത് ഷമീറിനോട് ചോദിച്ചാൽ അറിയാം, ജാസിനോട് എല്ലാവരോടും ചോദിച്ചാൽ അതങ്ങനെയാണ്. കാരണം നമ്മൾ അഭിനയിക്കാം. അതായത് ഞാൻ ശരിക്കും 2.5 കൊല്ലം നമ്മൾ അവനോട് പറയാം, ശരിക്കും നമ്മൾ അവിടെ അവൻ കാണുന്നത് ശരിക്കും അടിമയായിട്ടാണ് നമ്മളെ കാണുന്നത്. കാരണം ഇവന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ആളായിട്ടാണ് അന്യം കാണുന്നത്, ഷമീറിനും കാണുന്നത്, ബാക്കിയുള്ള 7 കാണുന്നത്. അത് കുഴപ്പമില്ല. കാരണം അവൻ കാരണം നമുക്ക് ഒരു 4 ആൾ അറിയുന്നത്. അപ്പോൾ ഓനങ്ങനെ കാണുന്നുണ്ട്, അതിൽ വലിയ തെറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓനെ അങ്ങനെ കാണാം, ഓനങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഓനങ്ങനെ കാണാം, അതിൽ കുഴപ്പമില്ല. എന്തോന്നടേ ഇത്. ഇടയ്ക്കൊരു സമയത്ത് ഇതുപോലെ MRC ഗ്യാങ്ങിൽ ഞങ്ങൾക്ക് കയറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണങ്ങൾ ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് ഞാൻ ഭയങ്കര ഡിപ്രഷനാണ്, എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ്, ലൈഫിൽ ഒറ്റപ്പെടൽ ലോൺലിനെസ് ഒക്കെ ഭയങ്കര കടുത്തമായിട്ടുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് MRC ഗ്യാങ്ങിൽ കയറണം, തുപ്പിയുടെ ഒക്കെ കൂടെ ആ വൈബ് മാത്രം മതി, എനിക്ക് ശമ്പളമോ കാര്യമോ ഒന്നും വേണ്ട, എനിക്ക് കൂടെ നിന്നാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കൊരു സമയത്ത് റീൽസിൽ വീഡിയോ ഒക്കെ ഇട്ടേക്കുന്ന കുറച്ച് ടീംസിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു.
ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് എണ്ണത്തിനെയൊക്കെ അറിയാം. അവന്മാരെയൊക്കെ ഇപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്കറിയാത്തത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓന് വേണ്ടി വർക്ക് ചെയ്യുന്ന നമുക്ക് എൻ്റെ സിസ്റ്റർ ഒരു കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ ഇവൻ്റെ ഉമ്മാക്ക് ഒരു കാര്യം വരുമ്പോൾ ഇവൻ്റെ വീട് ചോർന്നൊലിക്കുമ്പോൾ 2 രൂപ തരാൻ തരണ്ടേ നമുക്കൊരു മനസ്സിലായി. നമുക്കൊരു 2 രൂപ തന്നാൽ ഈ പറഞ്ഞ പോലെ ഈ പറയുന്നതൊക്കെ നമുക്ക് കേട്ടോ സഹിച്ചോ കൊണ്ടോ നമുക്ക് നിൽക്കാം. ഈ പറഞ്ഞ എല്ലാ ബുള്ളിങ്ങും എല്ലാം നമുക്ക് സഹിക്കാം. പക്ഷേ 2 രൂപ നമുക്ക് അവിടുന്ന് നമ്മൾ എടുക്കുന്ന പണിക്കോ വന്നാൽ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അവൻ്റെ ലൈഫ് പോയി പെർഫോം ചെയ്തതിനുള്ള റവന്യൂ പൈസയോ ഒന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചെയ്തതിനുള്ള ഇതിന്നൊരു 5000 രൂപയെങ്കിലും മാസം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതേപോലെ വന്ന് പറയാൻ ഞാൻ നിൽക്കില്ലായിരുന്നു. മനസ്സിലാവും. അത്രയും നമ്മൾ ഫിനാൻഷ്യലി നമുക്ക് 1 രൂപ പോലും തരാതെ നമ്മളെ കംപ്ലീറ്റ്ലി പറഞ്ഞാൽ നമ്മളെ യൂസ് ചെയ്തു. മമ്മൂനൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തു, എന്നെ പറ്റാവുന്നത്ര യൂസ് ചെയ്തു. നമ്മളൊക്കെ യൂസ് ചെയ്ത് അവൻ അതിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. എന്നാൽ അതിൻ്റെ ഒരു പങ്കെങ്കിലും നമുക്ക് തന്നുകൂടെ, അതെന്തുകൊണ്ട് തന്നില്ല എന്നുള്ള വിഷമാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജീവിക്കാൻ പൈസ വേണം. നമ്മൾ എന്തൊക്കെ സ്നേഹബന്ധം പറഞ്ഞാലും, ഇത് അവൻ തന്നെ പറഞ്ഞ കാര്യം, എന്തൊക്കെ സ്നേഹബന്ധം പറഞ്ഞാലും എന്തൊക്കെ ഇത് പറഞ്ഞാലും ജീവിക്കാൻ പൈസ വേണം. അത് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളാണ് ഓന്. എന്നിട്ട് ഓൻ എന്തുകൊണ്ട് നമ്മളോട് ഈ ചതി ചെയ്തു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 2 രൂപ വീട്ടിലേക്ക് അയക്കാനോ അല്ലെങ്കിൽ ഇവിടെയാണ് തൊപ്പിക്ക് തെറ്റുപറ്റിയത്. ഇത്രയും നാൾ ഇവന്മാരെ കൂടെ നിന്നിട്ട് എന്താണെങ്കിലും അടിമപ്പണിയാണ് എടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും പട്ടയുടെ വില പോലും ഇവന്മാർക്ക് കൊടുക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ മാസം എന്തെങ്കിലും ഇവന്മാർ പറഞ്ഞാൽ 5000 രൂപയെങ്കിലും കൊടുത്തായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നുള്ളതാണ് ഇവന്മാർ തന്നെ പറയുന്നത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് അമ്മമാരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും അതുപോലും കൊടുക്കാതെ എന്താണെന്ന് വെച്ചാൽ ഇവന്മാരെ വെച്ചിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്ത് നല്ല രീതിയിൽ ഇവന്മാരെ ചാറ് ഊറ്റി പിഴിഞ്ഞ് അതിനകത്തുനിന്ന് തൊപ്പി കുറേ ഏണിങ്സ് ഉണ്ടാക്കി. എന്നിട്ട് അവന്മാർക്ക് തന്നെ ഈ പറയുന്ന തൊപ്പി ത്രൂ തന്നെയാണ് ഇവന്മാരെ ആൾക്കാർ അറിയുന്നത്. എന്നിട്ട് ഇവന്മാർക്ക് ഓരോരോ ചാനലും കൊടുത്ത് സ്ട്രീം ചെയ്യാനെ കൊണ്ട് അവന്മാർക്കുള്ള ഒരു സാധനങ്ങളൊക്കെ സെറ്റാക്കി ആ രീതിയിൽ അവന്മാർ ചെയ്തിട്ട് അതിനകത്തു നിന്നുള്ള റവന്യൂ പോലും പോകുന്നത് തൊപ്പിയുടെ അക്കൗണ്ടിലോട്ട്. അവന്മാർക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിൽ പോകുമ്പോഴത്തേക്കിന് ഇത് ഇവന്മാർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്നുണ്ടെങ്കിൽ തൊപ്പിയുടെ ഒരു തകർച്ചയിലോട്ടുള്ള ഒരു പോക്കാണെന്നുള്ള മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ശരിക്കും എൻ്റെ യഥാർത്ഥ പണി എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോൻ്റെയും നിയാദിൻ്റെയും ഷഡ്ഡി അലക്കലാണ്. അതും ഒരു 3 ആഴ്ചക്കുള്ളിൽ അവൻ്റെ ഷഡ്ഡി അലക്കിയിട്ടില്ലെങ്കിൽ മുത്തിക്ക് അടി പോകും. കാരണം അവിടെ അനുഭവിക്കുകയും ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറയുന്നത് വെച്ചാൽ അത് അനുഭവിക്കണം. കാരണം അനുഭവിച്ച ആൾക്കാരാണ് നമ്മൾ. അവൻ്റെ ഷഡ്ഡി അലക്കലും അവൻ്റെ ഷൂ തുടക്കലും അവൻ്റെ കാറുകളെല്ലാം ഒരു കുഴപ്പമില്ല. അതൊന്നും കാരണം പക്ഷേ ഇത് നമ്മളെ അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ അതെല്ലാം അനുഭവിക്കാം. ഷഡ്ഡി അലക്കാം, അവൻ്റെ ഇത് പറയുന്നത് കേൾക്കാം, എല്ലാം കേൾക്കാം. എന്നാൽ പിന്നെ നമുക്കുള്ള എന്തെങ്കിലും സമ്പാദിച്ചതിൽ നിന്ന് നമ്മൾ കോമാളിത്തരം കാണിക്കുന്നുണ്ടല്ലോ. അതായത് ഷഡ്ഡിയിട്ട് തുള്ളുന്നുണ്ട്, മറ്റവൻ അങ്ങനെ ആക്കുന്നുണ്ട്, ജോളോച്ചിപ്പ് ആടെ ഇവിടെ ഇതാക്കുന്നുണ്ട്. പക്ഷേ അതിന് നമ്മൾ ഇതാക്കുന്നതിൻ്റെ എന്തെങ്കിലും ചെറിയ മാസം ഒരു 5000 രൂപയെങ്കിലും തരാൻ മനസ്സ് എനിക്ക് കാണിക്കണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ അയ്യോ ഇതുവരെ 2 കൊല്ലമായിട്ട് ഇവന് അതുവരെ കാണിച്ചില്ല. പക്ഷെ പൈസ അയക്കും. ഇവന്മാർ ഈ ഷഡ്ഡി ഇട്ട് തുള്ളിയതും മറ്റേതൊക്കെ ഞാൻ ആലോചിക്കുന്നത്, എടാ നിനക്കൊന്നും വിവരം ബോധമില്ല എന്നുള്ള ഞാൻ ആലോചിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഒരു ശമ്പളം തൊപ്പി കൊടുക്കുന്നില്ല, വീട്ടിലൊരു ആവശ്യത്തിന് കൊടുക്കുന്നില്ല, എന്നിട്ട് പട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല. അവൻ്റെ അണ്ടർവെയർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊപ്പിയുടെ ഗേൾ ഫ്രണ്ട് വരെ വന്ന് പറയുകയാണ്. അങ്ങനെ ആട്ടും തുപ്പും കേട്ടി 2-2.5 വർഷം ഇവന്മാർ ഇവിടെ 100 പറയുമ്പോഴത്തേക്കിന് സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ആരുടെ മുന്നിൽ അടിയറവ് പറയരുത്. ഓക്കെ, അതിപ്പോൾ തൊപ്പി എന്നല്ല, ഏതൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ത് ഫെയിം ഉള്ള വ്യക്തിയാണെങ്കിലും, എന്ത് പണമുള്ള വ്യക്തിയാണ്, എന്ത് പവർ ഉള്ള വ്യക്തിയാണെങ്കിലും സെൽഫ് റെസ്പെക്ട് കളഞ്ഞിട്ട് അവിടെ നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ആത്മഹത്യക്ക് തുല്യടാ, സീരിയസ്ലി. എന്നിട്ട് ഇത്രയും നാളും അവൻ്റെയൊക്കെ കൂടെ അവൻ്റെ അണ്ടർവെയറും കഴുകിയിട്ടൊക്കെ നിന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അതൊക്കെ നിനക്കൊക്കെ ഇപ്പോഴാണ് ഇതിനൊക്കെ ബോധത ഉണ്ടായെന്നുള്ള ഞാൻ ആലോചിക്കണേ. എൻ്റെ ഗൂഗിൾ പേയിലെല്ലാം നിങ്ങൾ ചോദിക്കുന്ന ഇത് കാണിച്ചു. പക്ഷേ പൈസ അയക്കലുണ്ട് മക്കളെ. 10,000 രൂപ 5,000 രൂപ ലോൺ അയക്കും. എന്തിനു വേണ്ടിയിട്ട്? ഓൻ്റെ കാര്യങ്ങൾ, അതായത് ഇവിടെ അടക്കാൻ, എണ്ണ അടിക്കാൻ, ഓനിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ, ഓനിക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് വാങ്ങാൻ, ഓനിക്ക് വേണ്ട ഫുഡ് വാങ്ങാൻ. എനിക്ക് 10,000 രൂപ അയച്ചാൽ 3 ദിവസം കൊണ്ട് തരും ഓൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട്. അതിൽ നിന്ന് ഒരു 10 രൂപ 20 രൂപ നമ്മളൊരു ചായയും ഇതും തിന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ 30 രൂപേനെ മേലെ പോകരുതെന്നാണ് റാംബോൻ്റെ അടുത്ത നിയമം. അപ്പോൾ അങ്ങനെ നിന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഇല്ലയോ ഇപ്പം മമ്മു പോയിട്ട് അവൻ്റെ ഇൻ്റർവ്യൂവിനകത്ത് പോയി പറഞ്ഞേക്കുന്നത്, ഞാൻ മറ്റേ കുളിസീൻ ഒളിഞ്ഞു നോക്കാൻ പോകുമായിരുന്നു, ഭയങ്കര പറഞ്ഞ ക്രെഡിറ്റ് ആയിട്ട് വന്ന് പറഞ്ഞേക്കുന്നൊരു വ്യക്തിയായിരുന്നു. എന്നിട്ട് പിന്നെ കിടന്ന് കരഞ്ഞുകൊണ്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. തൊപ്പിയുടെ മോസ്റ്റ് മെജോറിറ്റി സംഭവങ്ങൾ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഈ കാണിച്ചു കൂടുന്ന മിക്ക പരിപാടികളും സ്ക്രിപ്റ്റ് തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പം ഇതിനകത്ത് എന്തെങ്കിലും സ്ക്രിപ്റ്റ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അത്രയും ഭീകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ തൊപ്പിനെ പറ്റി വന്ന് ഇവന്മാർ പറഞ്ഞിരിക്കുന്നത്. കാര്യം ഇപ്പം എന്താണെങ്കിലും സിനിമ ആ ഒരു രീതിയിൽ തൊപ്പിക്ക് കിട്ടി ആ ഒരു രീതിയിൽ നിൽക്കുകയാണ്. അപ്പം ഇങ്ങനൊരു സ്ക്രിപ്റ്റിൻ്റെ ആവശ്യകത ഇവിടെ ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അപ്പം എന്താണെങ്കിലും നമുക്ക് ബാക്കി കേൾക്കാം. വേറെ എല്ലാവർക്കും അറിയുന്ന കാര്യം 2-2.5 വർഷത്തോളമായിട്ട് ഇവിടെയുള്ള മമ്മൂന്, അതായത് എനിക്ക് ഏതാ മൊബൈൽ നിങ്ങൾക്ക് അറിയാം? എൻ്റെ മൊബൈൽ ഇവനിക്കറിയാം. എൻ്റെ മൊബൈൽ ഏതാണ്? വിവോ അല്ലേ? വിവോ, അതായത് ബേക്കും മുമ്പും ഡിസ്പ്ലേ ഉള്ള ഫോൺ. അതാണ് പല ആൾക്കാർക്കും ഐഫോണുകൾ വെറുതെ. അതെ, എനിക്ക് വിഷമമുണ്ട്. കാരണം എല്ലാവർക്കും ഓരോ ബർത്ത്ഡേക്ക് ഓരോ സമയത്തും ഇങ്ങനെ ഐഫോണും കാര്യങ്ങളും കൊടുക്കുമ്പോൾ അതിന്റെ ബാക്കിലുള്ള ഒരു കാര്യം പറയാം. എനിക്ക് പണ്ടൊരു ഐഫോൺ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പണ്ടൊരു iPhone 14 തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എത്ര ആൾക്കാർ കണ്ടു എന്നറിയില്ല. ലൈവിൽ ഇതാക്കിയിട്ട് ഒരു ഇന്റർവ്യൂലാണ് എനിക്ക് തരുന്നത്. ഇന്റർവ്യൂവിൽ ഇങ്ങനെ കൊണ്ട് തന്ന ഇങ്ങനെ തരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇന്റർവ്യൂവിൽ എനിക്ക് അവൻ തന്നത്. അപ്പോൾ അങ്ങനെ അവൻ തന്നിട്ടുണ്ടായിരുന്നു.
അതിൻ്റെ പ്രോപ്പർ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അതായത് ഓൻ തന്നത് 5000 രൂപയാണ്. ഓൻ 5000 രൂപ തന്നിട്ട് 45,000 രൂപ ഞാൻ വിട്ട് എൻ്റെ കയ്യിലുള്ള ആ സമയത്തുള്ള ഒരു റിയൽമിയുടെ ഒരു ഫോണുണ്ട്. അതും ഞാൻ വിറ്റ്, അതും ഫ്ലിപ്കാർട്ടിന് തന്നെ വെക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഈ ഫോൺ കൊടുത്ത ഇത്ര എക്സ്ചേഞ്ച് വാല്യൂ അങ്ങനെ എന്തോ, അത് അതിൻ്റെ തെളിവുണ്ട്. അതും ഞാൻ അവർക്ക് വിറ്റ് ഫ്ലിപ്കാർട്ടിന് കൊടുത്തിട്ട് ഇവൻ തന്നത് 5000 രൂപയാണ്. എന്നിട്ട് ഇവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഫോൺ ഇതാക്കുന്നതിൽ വലിയ ഇതില്ല, ഞാൻ നിങ്ങൾക്ക് ഒരു ഫോൺ മേടിച്ച് തരുമ്പോൾ അതിന് വില കൂടും, അതിന് ഇത് കൂടും എന്ന് പറഞ്ഞിട്ട് ഇവൻ എനിക്ക് ഒരു ഫോൺ മേടിച്ച് തരുന്ന പോലെ. പിന്നെ കാണുന്ന ആൾക്കാരെല്ലാം മുമ്പിൽ തൊപ്പി മേടിച്ചെന്ന ഫോൺ മേടിച്ചെന്നല്ലേ, തൊപ്പി 55,000 രൂപയുടെ ഫോൺ മേടിച്ചെന്നു, ഭയങ്കര തന്നെ തൊപ്പി ഇത് അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ആടുന്ന് കൂടുന്നെല്ലാം ഇതാക്കിയ പൈസ എൻ്റെ ഒരു ആഗ്രഹം ഒരു ഐഫോൺ വാങ്ങുന്നുള്ളത്. അങ്ങനെ ഞാൻ കൂട്ടി വെച്ച പൈസ 5000 രൂപ ഇവൻ തന്നിട്ടാണ് ഈ ഫോൺ ഞാൻ വാങ്ങുന്നത്. ഇത് മാത്രമല്ല, ഇവന്മാർ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ലൈവും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ജാസിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവന്മാർ പറയുന്നുണ്ടായിരുന്നു, ജാസിയുടെ മുമ്പ് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ സമയത്ത് ജാസിക്ക് ഒരു PC കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി അന്ന് ജാസിയുടെ ബർത്ത്ഡേ ആയിരുന്നില്ല. ഓക്കെ, അതും ഫുള്ളി സ്ക്രിപ്റ്റഡ് ആയിരുന്നു. ജാസിക്ക് കൊടുത്തേക്കുന്ന PC എന്ന് പറയുന്നത് പിന്നീട് തൊപ്പിയെടുത്ത് പോയി സംസാരിക്കുമ്പോൾ അത് തൊപ്പിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചേക്കുന്ന PC ആണ്, തൊപ്പിക്ക് വേണ്ടിയിട്ട് വാങ്ങിയേക്കുന്നതാണ്. എന്നിട്ട് ആൾക്കാരുടെ മുന്നിൽ ഡ്രാമ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറയുക എല്ലാം ഫേക്കാണ്, എല്ലാം ഫേക്കാണ്. അവന് ഒരാൾക്ക് 2 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ മാത്രമേ കൊടുക്കൂ. ആ കൊടുക്കുന്നതിന് 2 രൂപ കൊടുക്കുന്നതിന് 10 രൂപ അവന് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനുള്ള നല്ലവൻ ഇമേജ് അവന് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അവനത് കൊടുക്കും. അത് നമുക്ക് അത്രയും കൃത്യമായിട്ട് നമ്മളവൻ്റെ കൂടെ ഉണ്ടായ ആൾക്കാരായി നമുക്കത് അത്രയും കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. ഇപ്പം ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവന് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രമേ തൊപ്പി അത് നോക്കിയിട്ടേ ചെയ്യാറുള്ളൂ എന്നുള്ള ഇവന്മാർക്ക് അറിയാം. എന്നിട്ട് ഇവന്മാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ ഇത്ര നാൾ നിന്നു പറയുമ്പോഴത്തേക്കിന് ഇതൊക്കെ ഇവന്മാർക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? തെളിവില്ല, അതായത് വീഡിയോഗ്രമായിട്ടുള്ള സാധനങ്ങളൊന്നും, പക്ഷേ കണ്ട ആൾക്കാരുണ്ട്. കാരണം ഒരു സാക്ഷി എന്നുള്ള രീതിയിൽ എല്ലാ ആൾക്കാരും അവിടെ നിന്നില്ല. കാരണം എന്തൊരു തമാശ രീതിയിൽ ഞാൻ അല്ല എന്തിനാന്ന് ചോദിക്കുമ്പോൾ പാടും കാലി ഇങ്ങോട്ടേക്ക് വന്നത്. കാരണം ഒന്നും പറയാം, കാരണം അത്രയും ഞാൻ അതിന് മുമ്പ് അതിന് മുമ്പ് എനിക്ക് ഞാൻ അതിന് ഭയങ്കര ഇഷ്ടം. കാരണം ഇത്രയും എത്തിച്ചത് ഒന്നില്ലായ്മയിൽ നിന്ന് ആൾക്കാർ ആരും അറിയാത്തതിൽ തന്നെ അറിഞ്ഞു. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം ഇത് നീ അതിനോട്. ഞാൻ ഇപ്പോൾ എന്നോട് പറയാം, എനിക്ക് അന്നേരം നിന്നെ ഇഷ്ടേനും എല്ലാവരും ഇഷ്ടം. പക്ഷേ ഞാൻ എൻ്റെ ആ മുഖത്ത് ചവിട്ടി. കാരണം അത് എനിക്ക് കാരണം വിഷമമായിട്ടാ, ചവിട്ടിയാനല്ലടാ വിഷമമായത്. പക്ഷേ കൂട്ടത്തിൽ നിന്നിട്ട്, അതായത് നമ്മളൊരു ഫാമിലി കൂട്ടത്തിൽ നിന്ന് നിന്നിട്ട് നീ എൻ്റെ മുഖത്ത് ചവിട്ടി. അതായത് കൂട്ടത്തിൽ ഒരാൾ നമ്മളെ ദ്രോഹിച്ചെന്നുള്ള ഒരു സാധനമില്ലേ, ആ ഒരു വേദന, ഉമ്മ സത്യത്തിൽ ആ ഒരു വേദന എനിക്ക് ഉണ്ടായത്. കാരണം അന്ന് ഞാൻ കരഞ്ഞിന്. കാരണം ഇവനോട് ചോദിച്ചാലും ജാസിനോട് ചോദിച്ചാലും ആടിലെ ആൾക്കാരോട് ചോദിച്ചാലും അറിയാൻ പറ്റില്ല. കാരണം കണ്ണിന്ന് വന്ന ഒരു ഇതുണ്ട്. ഞാൻ പോകാന്ന് പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞു, നീ അതിനോട് അത്രയും വിഷമം കിട്ടിയാ പറഞ്ഞത്. ഞാൻ കാരണം നിൽക്കാൻ ഇതില്ലാത്ത അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നീ ഞാൻ പോയെന്ന് ഞാൻ പണിയെടുത്തിട്ടാണ് ഞാൻ എൻ്റെ കുടുംബം പോയിട്ട് ഞാൻ നിൽക്കുന്നില്ല. അപ്പോൾ എന്താ പറഞ്ഞത്, എന്നാൽ നീ പോകുന്നുണ്ടേ പോട് നിന്റെ ഇൻസ്റ്റാഗ്രാമും നിന്റെ ചാനലും ഇതെല്ലാം ഇതാക്കിക്കോ. നിന്റെ ഇതെല്ലാം ഞാനിലോണ്ടല്ലേ എത്തിയത്. അതുകൊണ്ട് ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് അങ്ങ് ഇറങ്ങി വിട്ടോ എന്നോട് പറഞ്ഞത്. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം വെക്കാം, പക്ഷേ നമ്മൾ എഫോർട്ടും കൂടി ഇല്ലാണ്ട് നമ്മൾ ഇവിടെ എത്തൂലല്ലോടാ ചിമീറ. എൻ്റെ പൊന്നടാവേ, തൊപ്പിയുടെ അവിടുന്ന് തൊപ്പി ചവിട്ടിയ ദിവസം ആ സീന് കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയും എക്സ്ട്രീം ലെവൽ കാര്യങ്ങൾ പോയിട്ട് അവിടുന്ന് അന്നേരം ഇറങ്ങി പോവാതെ ഇവൻ നിന്നേൻ്റെ കാര്യം തൊപ്പി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇതോടൊക്കെ വെച്ചിട്ട് വെക്കുമെന്ന് പറയുമ്പോൾ അന്നേരം അത് വെച്ചിട്ട് ഇറങ്ങി പോകണ്ടേ? നീ അത് ആ അക്കൗണ്ട് കാര്യങ്ങളൊന്നും വേണ്ട, പക്ഷേ പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അങ്ങനെ പോകണം. എടാ, ലേശം ഉളുപ്പെന്ന് പറഞ്ഞൊരു സാധനം വേണം. സീരിയസ്ലി, ഇതിപ്പോഴല്ല, അന്ന് നിനക്ക് തോന്നേണ്ടുന്ന കാര്യമായിരുന്നു ഇത്, അല്ലേ? ഇതിപ്പം അന്ന് തൊപ്പി ഇതും വെച്ചിട്ട് പോകാനൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ, ഇനി അതൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇത് പിന്നെ ഇവിടെ കടിച്ചു തൂങ്ങി നിന്നത്. എടാ, തൊപ്പി ഇവന്മാരെയൊക്കെ ഒരു മെഷീൻസിനെ പോലെ കണ്ട് മണ്ടയ്ക്കിരുന്ന് ഇങ്ങനെ നിയന്ത്രിച്ചിട്ട് ഇവന്മാർ പോയിട്ട് അതിനനുസരിച്ചുള്ള പണി എടുക്കും, കോമാളിത്തിൽ ഇതും കാര്യങ്ങളൊക്കെ കാണിക്കുക. എന്നിട്ട് ഇതിന്റെ പൈസ മൊത്തം പോകുന്ന തൊപ്പിക്ക്. എന്നിട്ട് ചവിട്ടും കൊണ്ടിട്ടാണെങ്കിൽ ഇറങ്ങി പോകാൻ നിന്നപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോൾ പോയില്ല, അന്നേരം പിന്നെ കടിച്ചു തൂക്കി നിന്നേക്കുന്നത്. എന്തോന്നറാ ഇതൊക്കെ? കാരണം റാംബോന്റെ അടി എന്ന് വെച്ചാൽ അങ്ങനത്തെ അടിയാണ്. നീ നിങ്ങളുടെ ലൈവിൽ കാണുന്നുണ്ടല്ലോ അടി. അതേപോലത്തെ നല്ല ശരിക്കും എനിക്ക് ദേഷ്യം പിടിച്ച് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മളെ ഇതാക്കൂല. ഓൻ്റെ ഷഡ്ഡി കളിക്കത്തില്ല അടി, ഓൻ്റെ ഷഡ്ഡി കളിക്കത്തില്ല, അന്ന് പൈസ ഇല്ല, ചായ ഇല്ല, ഒന്നുമില്ല. ഓൻ്റെ ആട്ടും തുപ്പും കേട്ടിട്ട് ഓൻ്റെ ഷഡ്ഡി വരെ അലക്കി ചാടം നിൽക്കണം. നീ അതിൻ്റെയോ അതൊക്കെ എല്ലാം ഓക്കെ. നീ അതിൻ്റെ ഗേൾ ഫ്രണ്ടും ഉണ്ട്, ഓള് പറയുന്നവരെ നമ്മൾ കേൾക്കണം. ഓൾ ഒരു ദിവസം എന്നോട് ജാസിനോട് പറയാം, ഒന്ന് നീ അതിൻ്റെ ഷഡ്ഡി പോയി അലക്കുക. കാരണം ഓൻ്റെ ഗേൾ ഫ്രണ്ട് വരെ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഇത്ര തായാണ്. നമ്മളെങ്ങനെയാണ് അവർ കാണുന്നത്? നമ്മളെന്താ അടുത്ത നായ്ക്കളാണ്, നമ്മൾ നായ്ക്കളാണ് അടുത്ത. നമ്മൾ മനുഷ്യന്മാരല്ല. ഒന്നില്ലെങ്കിലും ഓൻ്റെ ലൈവ് നമ്മൾ എന്റർടൈൻമെന്റ് ആക്കുന്നില്ല. ഈ സെയിം കാര്യം തന്നെ ജാസി ഇപ്പുറത്തൊരു വീഡിയോ ഇട്ട് ജാസിയും പറയാനായിരുന്നു, അതും നമുക്ക് കേൾക്കാം. വേറൊരാൾ ഇട്ട അടിവസ്ത്രം എന്തിനാണ് നമ്മൾ കേൾക്കേണ്ട അവസ്ഥ വരും. ഇനി ഓക്കെ, അതും നമ്മൾ ചെയ്യാം. അതൊക്കെ ചെയ്യുമ്പോൾ അത് ഓനെ ഇറക്കാൻ പറയുമ്പോൾ നമുക്ക് ഇറക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഓൻ്റെ ഗേൾ ഫ്രണ്ട് വന്നിട്ട് എന്താ പറയുക, എടാ ഒരു ആണിനില്ലടാ, ആണിന് എന്തില്ലെങ്കിലും കുറച്ച് അതായത് ഓനക്ക് ഒരാണാന്നുള്ള കുറച്ചൊരു അഭിമാനത്തിൻ്റെ ഒരു ഇതുണ്ട്. ഓൻ്റെ ഗേൾ ഫ്രണ്ട് വന്നിട്ട് പറയാം, ജാസി ഓൻ്റെ ഡ്രസ്സ് ഉണ്ട്, അണ്ടർവെയറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, അത് മലക്കണേ. ഇനിയിപ്പോൾ ഇൻ കേസ് അടുക്കളയിൽ എന്തായി പോയിട്ട് തിരക്കായി പോയി കഴിഞ്ഞ് പറയും, അത് നിന്നോട് പറഞ്ഞതല്ല, നീ എന്താ ചെയ്യാത്തത്. അതായത് ഓൻ്റെ ഗേൾ ഫ്രണ്ട് പോലും പറയുന്നത് വായിലുള്ള കേൾക്കേണ്ട ഒരു അവസ്ഥ അത്രയും. പിന്നെ
എൻ്റെ പൊന്നടാവേ, എടാ നിങ്ങളൊക്കെ ഇത്രയും അവൻ്റെ ഗേൾ ഫ്രണ്ട് പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇത്രയും തൊപ്പിയുടെ ഇത് പേടിച്ച് ഭയന്ന് നിങ്ങൾ നിൽക്കുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ നിയമവും കോടതിയും കാര്യങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും വന്നിട്ട് എന്തെങ്കിലും ചെയ്യുമെന്നോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ട് എന്തെങ്കിലും എന്ന് വെച്ചാൽ ചെയ്യണ്ടേ? തൊപ്പി നാളെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും അങ്ങനെയുള്ള പേടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്രയ്ക്ക് സീനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളൊക്കെ പേടിച്ച് ഭയന്ന് ഭയഭക്തി ബഹുമാനത്തോടെ ഇങ്ങനെ ഒരാളുടെ മുന്നിൽ നിൽക്കേണ്ട ആവശ്യം എന്താണ്? ഇപ്പം എത്രയെന്ന് പറഞ്ഞാൽ നമ്മളൊരു കൂട്ടുകാരെ നമ്മളിങ്ങനെ ചേർത്ത് നിൽക്കുമ്പോഴത്തേക്കിന് ആ കൂട്ടുകാരൻ്റെ കാമുകി പറയുകയാണ് അവൻ്റെ അടുത്ത് ആ രീതിയിൽ കാമുകൻ്റെ അണ്ടർവെയർ കഴുകിയിട്ട് കൊടുക്കാനൊക്കെ പറയുമ്പോഴത്തേക്കിന് എന്തോന്നടാ ഇതൊക്കെ? നിങ്ങൾ പിന്നെ എന്തിനാണ് ഇത്രയും നാൾ ഇത് കടിച്ചു പിടിച്ച് നിന്നത്? എൻ്റെ ഉമ്മ സത്യം സിഗരറ്റോ കഞ്ചാവോ ഡ്രഗ്സോ വെള്ളമോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതെൻ്റെ ഉമ്മ അന്നും ഇന്നും പറഞ്ഞ കാര്യം. നീ എന്ത് വന്നാലും എന്തൊക്കെ ഇതിലായി പോയാലും നീ അത് ഉപയോഗിക്കരുത്. പക്ഷേ അവിടുന്ന് ഇവൻ എന്നെ കൊണ്ട് ഡ്രഗ്സ് ഇറക്കി കുടിപ്പിക്കാൻ നോക്കി. ഞാൻ കുടിച്ചിട്ടില്ല. ഞാനതാ പറഞ്ഞടാ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യം. അപ്പം ഡ്രഗ്സ് വരെ കൊടുക്കാനെ കൊണ്ട് ശ്രമിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിന് മുമ്പ് തൊപ്പിയുടെ ഒരു കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ തൊപ്പി ചെയ്തല്ല, തൊപ്പിയുടെ കൂടെയുള്ള ആൾക്കാർ ചെയ്തതിൻ്റെ പേരിലൊക്കെ ആയിരുന്നു. അപ്പം അന്നത്തെ ഇതിനകത്തൊക്കെ ഇനിയും തൊപ്പിക്ക് എന്തെങ്കിലും പങ്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ഈ രീതിയിലൊക്കെ ജാസിലെടുത്ത് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴേക്ക് എന്നിട്ട് ഇപ്പം ഇവർ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, പണ്ടത്തെ തൊപ്പീനെയാണ് പേടിക്കേണ്ടത്, ഇപ്പോഴത്തെ നിഹാദിനെയാണ് പേടിക്കേണ്ടത്. ആദ്യം പൊതുവെ പുറത്ത് കാണുന്ന ഒരാൾക്ക് എന്താ ഉണ്ടാവുക? തൊപ്പി വളരെ മോശം, ഇന്ന് മാറി നിയാദായപ്പോൾ എത്ര നല്ല ആളാണ്. ഞാൻ പറയാം, ഏറ്റവും ഡേഞ്ചർ ആരാന്നറിയോ? നിയാദ് എന്നുള്ള ആളാണ് ഏറ്റവും ഡേഞ്ചർ. തൊപ്പി സീനില്ല. തൊപ്പി എന്താണെന്നറിയോ? തൊപ്പിയുള്ള ഓപ്പണാ, നമുക്ക് പറയാനുള്ള കാര്യങ്ങളും തെറികളും കാര്യങ്ങളൊന്നും മറച്ചു വെക്കൊന്നുമില്ല. എന്തെങ്കിലും കൊടുക്കാനില്ല പോടാൻ മതി ഓപ്പണായിട്ട് പറയും. പക്ഷേ മറ്റേ പരിപാടിയടാ, നമുക്കെല്ലാം പ്രതീക്ഷ തന്ന് എല്ലാ രീതിയിലും സെറ്റാക്കാന്ന് പറഞ്ഞ് ഒന്നും സെറ്റാക്കാണ്ട് നമ്മളെ മാക്സിമം ഊറ്റിയെടുത്ത് ചണ്ടിയാക്കിയിട്ട് ഇതെല്ലാം ചണ്ടിയാക്കി നമ്മൾ ചണ്ടിയാകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇനിമാര് ഒരു പേടിയും കൂടെ പറയുന്നുണ്ട്, ഇനി തൊപ്പി നാളെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള രീതിയിലുള്ള, അതുകൂടെ കേൾക്കാം. വേറൊരു കാര്യം പറയാം, ഈ പറഞ്ഞ പോലെ ഇവന് നല്ല ഗുണ്ട കണക്ഷൻസും പരിപാടിയൊക്കെ ഉണ്ട്. നല്ല രീതിയിലുള്ള ഗുണ്ട കണക്ഷൻസും പരിപാടികളും ലോക്കൽ കണക്ഷൻസും എല്ലാ സംഭവം ഇവനുണ്ട്. സോ നമ്മുടെ കാര്യം ഞാൻ ഇപ്പൊ തന്നെ ലൈവിൽ ഓപ്പൺ ആയിട്ട് പറയാം, നമുക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് കണ്ടാൽ എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ വാട്ടെവർ എന്തെങ്കിലും നമ്മളെ 5 പേരിൽ ആയിരിക്കെങ്കിൽ എന്തെങ്കിലും പറ്റിയാൽ അതിന് ഈ പറഞ്ഞ പോലെ തൊപ്പിയോ റാമ്പോ അതിനൊരു കാരണമാവോ നമുക്ക് പേടിയുണ്ട്. ഞാൻ പറയാം, നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ലൊക്കേഷൻ അവർക്ക് കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് വല്ല ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ആരെ വെച്ചോ എങ്ങനെ വെച്ചോ നമ്മൾ എന്തെല്ലാം ചെയ്യിപ്പിക്കാന്നോ ഒരു കാര്യം അറിയില്ല. സോ നമ്മൾ ഇനി സേഫ് ആണോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ഡൗട്ടാണ്. നമ്മളിനി സേഫ് അല്ല, നമ്മളെപ്പം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാനുള്ള ഇതുണ്ട്. ഇത്രയും നാളും തൊപ്പിയുടെ കൂടെ നിന്നതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് തൊപ്പിയുടെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇപ്പം ഈ ഒരു പേടി കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ട് നേരത്തെ ഇപ്പോഴായിരുന്നില്ല, നേരത്തെ ഇവന്മാർക്ക് 1 മാസം 2 മാസം ഇത്രയും നാൾ ഇങ്ങനെ പൈസ കൊടുക്കാതിരിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോണ്ടിരുന്നു. അറ്റ്ലീസ്റ്റ് ഇവന്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നുണ്ട്, ആരാന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ആ ഗേൾ ഫ്രണ്ട് ഇവന്റെ ഒക്കെ അണ്ടർവെയർ കഴുകി കൊടുക്കാൻ പറഞ്ഞപ്പോഴെങ്കിലും ഇറങ്ങി പോകേണ്ടതായിരുന്നു. പിന്നെ ഇത്രയും നാളൊക്കെ എന്തിനെങ്ങനെ നിന്നേന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. സംഭവം തൊപ്പി ത്രൂ ഇവന്മാർക്ക് ആൾക്കാരിലോട്ടുള്ള ഇവന്മാർക്ക് ഒരു ഫെയിം കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫെയിമൊക്കെ തൊപ്പി ത്രൂ ആണ് കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ റിയൽ വിസസ് റിയാലിറ്റി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, എപ്പോഴും നമ്മൾ പറയുന്നതാണ്, നമ്മൾ മുന്നിൽ കാണുന്ന ചിരിച്ച മുഖങ്ങൾക്ക് പിന്നിൽ മറ്റ് പല കാര്യങ്ങളുണ്ടായിരിക്കും. നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ കാണുന്നത് മാത്രമല്ല, പിന്നാമ്പുറത്ത് കാണുന്നതാണ് അതിൻ്റെ റിയാലിറ്റി എന്നുള്ള നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഇടയ്ക്ക് ഞാൻ കണ്ടത് സംഭവങ്ങളായിരുന്നു, തൊപ്പി ഈ MRC ഗ്യാങ്ങിലോട്ട് കയറണം, എനിക്ക് അവിടെ നിന്നാൽ മാത്രം ഇനി ജീവിതത്തിലൊക്കെ നമുക്ക് കുറേ സന്തോഷങ്ങൾ കിട്ടും എന്നൊക്കെ പറയുന്ന ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ മറ്റൊരുത്തൻ്റെ കീഴിൽ പോയിട്ട് ഇതുപോലെ അടിമയെ പോലെ ഒരു പട്ടിയുടെ വില പോലും കിട്ടാതെ ഇങ്ങനെ പോയി മറ്റൊരുത്തൻ്റെ ഒക്കെ കാലിൽ നിൽക്കുന്നതാണ് പലരുടെ സന്തോഷം എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, സിമ്പിളായിട്ട് ആലോചിക്കും, നമ്മളൊരു ജോലി സ്ഥലത്ത് ഒരു കമ്പനിയിൽ ജോലിക്ക് പോവാണെങ്കിൽ സാലറി കിട്ടുന്നില്ല, ബോസ് ഈ രീതിയിലാണ് പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എത്രയെന്നും പറഞ്ഞിട്ട് അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുക എന്ന് പറയുന്നത്. എന്താണെങ്കിലും ഇതിന് ശേഷം ഇനി റാംബോയുടെ തൊപ്പിയുടെ ഭാഗത്തുനിന്നൊരു എന്തായാലും ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇവന്മാർ ഈ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ 1 രൂപ പോലും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ മുമ്പ് മറ്റേ അച്ചായന് ഒരു ഹോസ്പിറ്റൽ കേസ് അങ്ങനെ ഒരു സീന് കാര്യങ്ങളൊക്കെ വന്ന ടൈമിൽ ഈ ക്രിപ്റ്റോയിലിട്ട് തൊപ്പിയുടെ പൈസ പോയി എന്നൊക്കെ പറഞ്ഞേക്കുന്ന ഒരു സ്കീം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം അന്ന് ഇനി ഇതുപോലത്തെ അടുത്ത പൈസ ഇറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് ഇറക്കിയതാണെന്നുള്ളത് നമുക്കറിയത്തില്ല. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.